നാളെ ബുഫയാണ് കേട്ടോ. അത് പറയാം. വാങ്ങിച്ചു തരാണെങ്കിൽ ഞാൻ ബുഫേ വാങ്ങിച്ചു തരുള്ളൂ. അല്ല നിങ്ങൾക്ക് കലാകാറ്റെ വാങ്ങിച്ചു തരികയാണെങ്കിൽ പറയാം. വാങ്ങിച്ചു തരുന്നു. അല്ല മറ്റേ വാല്യൂ പറയാൻ പറ്റില്ലോ പേപ്പർ. എല്ലാരും എഴുതി തരുമോ? നമുക്ക് താജ് ഹോട്ടൽ വേണമെങ്കിൽ മാറ്റാൻ കേട്ടോ. എല്ലാരും എഴുതി തരണം. അങ്ങനെ അശോകം ഫിക്സ് ചെയ്ത് പിന്നെ ഞാൻ മാറ്റില്ല അല്ലേ? നിങ്ങൾ അങ്ങനെയാണ് പണ്ട് തൊട്ട് തന്നെ. വെജിറ്റേറിയൻ ഹോട്ടൽ അങ്ങനെ ലാഭിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മള് സ്വപ്നം കാണുമ്പോൾ വലിയ കാര്യങ്ങൾ തന്നെ സ്വപ്നം കാണും. നടക്കുന്ന കാര്യങ്ങൾ സ്വപ്നം കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. വെയിറ്ററിന് ഹോട്ടൽ കയറ്റിന് 12,000 രൂപ. താജിപ്പോയുള്ള ദിവസം ഫോട്ടോഗ്രാഫിന്റെ പേരളായിരിക്കും. എന്നോട് അന്ന് പറഞ്ഞു ഞാൻ വെയിറ്റർ ഹോട്ടലിൽ ഇത് വേണ്ടി പറഞ്ഞു വെയിറ്റർ അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എറണാകുളത്ത് പോവാ അല്ലെ ട്രിവാൻഡ്രത്ത് പോവാ, താജ് ഹോട്ടലിൽ ഞാൻ കൊണ്ടുപോകും. പ്രൊമോഷൻ സമയത്താവട്ടെ. ഒത്തിരി ഓട്ടോഗ്രാഫ് താജിലാണ് ഒരുപാട് ഓട്ടോഗ്രാഫ് കൊടുക്കേണ്ടി വരും. അതെങ്ങനെ നിങ്ങളെന്നെ കാണിക്കും. അതെ അതാണ് സത്യം അതിനകത്ത്. അത് ഇത് തമാശയായിട്ട് പറയരുത്. സീരിയസ് ആയിട്ട് ഞാൻ ചിലപ്പോൾ വാങ്ങിച്ചു തരും. സീരിയസ് ആയിട്ട് നാളെ വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എത്ര മണിക്ക് പറഞ്ഞു? നാളെ ചിലപ്പോ എനിക്ക് അസൗകര്യമുണ്ട്. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചു. മനോജ് ഫ്രീ ആണോ? ഞാൻ എപ്പോഴും ഫ്രീയാ. നാളെ നോക്കട്ടെ. ഫ്രീ അല്ല നാളെ? പിന്നെ എല്ലാരും ഫ്രീ ആണോ? ഞാൻ ഫ്രീ ഇന്ന് തൊട്ട് ഫ്രീ ആയി. ശരി, ഇന്ന് വൈകുന്നേരം ഒരു ട്രീറ്റ് ആലോചിക്കാം. അങ്ങനെ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ, ഈ ആരുടെയെങ്കിലും കാശ് പിന്നെ ഓസിന് കഴിക്കണമെന്ന് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ, അല്ല അതിൽ അഭിമാനത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല. എന്നാൽ പോലും എനിക്കൊക്കെ അത് ഭയങ്കര ചമ്മലാണ്. ഇത് കണ്ടവന്റെ ഇത് പൈസക്ക് ആഹാരം കഴിക്കാന്ന് പറയുന്നത് മുരേനെട്ടിന് പോയി അടിച്ചു കയറ്റി തന്നിട്ടുണ്ട്. എന്റെ ഷെയർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തല്ലാതെ പിന്നെ മനോജ് കൊടുത്ത് ഞാനും കൊടുത്തു. പോയി വേറെ ആർക്കും നിങ്ങളും കൊടുത്തു. ഇത് ഈ ഓസിന് കിട്ടിയ ആസിഡ് കുടിക്കുന്ന പറയുന്നല്ലേ, ഈ അധ്വാനിക്കാതെ മറ്റുള്ളവൻ എന്തെങ്കിലും വാങ്ങിച്ചതാ എന്നുള്ള ഒരു വളരെ മോശപ്പെട്ട ചിന്തയുള്ള ആരും നമ്മുടെ കൂട്ടത്തിൽ ഭാഗ്യവശാലില്ല. അധ്വാനിച്ച് എന്റെ കാശ് കൊണ്ട് എന്തെങ്കിലും കഴിക്കണം എന്നല്ലാതെ അവന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് അവൻ എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറയാന്നുള്ള ഒരു വൃത്തികെട്ട ചിന്തയുള്ള ആരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. അത് ഒഴിഞ്ഞു പോരാ മനസ്സിലായില്ല. ഒഴിഞ്ഞല്ല, അങ്ങനെയുള്ള റൂട്ടിലാ പോണ്. ഏത് റൂട്ടിലെന്താ ഓസിന് ആഹാരം കഴിക്കുക, അധ്വാനിക്കാതെ ഓസിന് ആഹാരം കഴിക്കുക എന്നുള്ള അശോകൻ തമാശയൊക്കെ പറയും. പക്ഷെ അശോകന്റെ അടുത്ത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അശോക് പൈസ എന്തെങ്കിലും വേണം? വേണ്ട ജയസ്. പിന്നെ ഞാൻ ചോദിക്കാറുണ്ട് എന്തെങ്കിലും കാശിനോ? ഒരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ അശോകൻ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു അടുത്ത ആൾ ചെന്നൈ. ഞാൻ ചോദിച്ചു കാശ്, എനിക്ക് കാശ് ആവശ്യമില്ല. പക്ഷേ അശോകൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് 10 പൈസ വെച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ എൻ്റെ ഒരു ബിരിയാണിക്ക് വേണ്ടി അഭിമാനം പണയം വെക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതൊക്കെ റൂട്ടിലേക്ക് പോകുന്നത് അതിനെ സീരിയസ് ഒരു ഡിന്നറിന്റെ കാര്യത്തിൽ എവിടേക്ക് സ്ഥലം മേടിച്ച രക്ഷപ്പെട്ട് മറൈൻ ഡ്രൈവിൽ അതിനെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ്. അത്ര ചീപ്പായിട്ട് അശോകൻ പെരുമാറുന്ന ഹൈദരാബാദിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഞങ്ങള് അധ്വാനിച്ചെന്നുള്ള കാര്യത്തിൽ ഞങ്ങള് നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞ എന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അധ്വാനിച്ച് നമ്മുടെ പൈസ കൊണ്ട് ഒരു ബിരിയാണി തരും എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ ഓക്കെ. നേരെ മറിച്ച് അശോക് വാങ്ങിച്ച് തരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിങ്ങനെ കൊണ്ടുപോകുന്നു തോറും ഇറങ്ങില്ല. എനിക്ക് എന്റെ കാശല്ല അത്. ഞാൻ ഒരാളെ ചൂഷണം ചെയ്തിട്ട് അതിന്റെ പൈസ കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ വേണ്ടി എനിക്ക് സന്തോഷത്തോടെ കഴിക്കാൻ പറ്റില്ല. പൈസ കൊടുത്തല്ലോ, പൈസ കൊടുത്തല്ലോ, പിന്നീട് കൊടുത്തല്ലോ, പൈസ കൊടുത്തല്ലോ. രാജ്ബാബ് കണ്ടില്ലേ എന്താണല്ലേ? ഇതാണ് അവസ്ഥ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.